2024 ലോക്സഭാ തെരഞ്ഞെടുപ്പ് കാലത്ത് വടകര മണ്ഡലത്തിൽ കടുത്ത വർഗീയ ധ്രുവീകരണവും അതുപോലെ വോട്ടർമാർക്കിടയിൽ ജാതീയവും മതപരവുമായ വേർതിരിവും ലക്ഷ്യമിട്ട് സോഷ്യൽ മീഡിയയിൽ വ്യാപകമായി പ്രചരിപ്പിക്കപ്പെട്ട വ്യാജ കാഫർ സ്ക്രീൻഷോട്ട് കേസിൽ അതീവ നിർണായകമായ വഴിത്തിരിവാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. കേരള രാഷ്ട്രീയത്തെ തന്നെ പിടിച്ചൊലിച്ച ഈ സൈബർ ആക്രമണ കേസിൽ ആദ്യത്തെ ഔദ്യോഗിക അറസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുകയാണ് പ്രത്യേക അന്വേഷണ സംഘം. പ്രതി ഇപ്പോൾ റിമാൻഡിലുമാണ്. ഡിവൈഎഫ്ഐ വടകര ബ്ലോക്ക് കമ്മിറ്റി അംഗവും CPM തിരുവള്ളൂർ തുരുത്തി ലോക്കൽ കമ്മിറ്റി അംഗവുമായ തിരുവള്ളൂർ സ്വദേശി ജിതിൻ ഭാസ്കറിനെയാണ് കോഴിക്കോട് റൂറൽ SPയുടെ നേതൃത്വത്തിലുള്ള പ്രത്യേക അന്വേഷണ സംഘം അഥവാ SIT അറസ്റ്റ് ചെയ്തത്. തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന്റെ അവസാന ഘട്ടത്തിൽ വടകരയിൽ വോട്ടർമാർക്കിടയിൽ ഭിന്നിപ്പുണ്ടാക്കാൻ വേണ്ടി മാത്രമായി ആസൂത്രണം ചെയ്ത് നിർമ്മിച്ച ഈ വ്യാജ സ്ക്രീൻഷോട്ട് ആദ്യം വടകര സ്ക്വാഡ് എന്ന ഇടതനുകൂല വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ ഷെയർ ചെയ്ത് ജിതിൻ ഭാസ്കർ ആണെന്ന് ഡിജിറ്റൽ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ ശാസ്ത്രീയ പരിശോധനകളുടെ അന്വേഷണ സംഘം സ്ഥിരീകരിച്ചിട്ടുമുണ്ട്. ജിതിൻ ഭാസ്കറുടെ അറസ്റ്റോടെ കേസിന്റെ തുടക്കം മുതൽ CPM ലീഡർഷിപ്പ് തങ്ങളുടെ അണികളോടും പൊതുസമൂഹത്തോടും പറഞ്ഞിരുന്ന സകല നുണകളും ശാസ്ത്രീയ പരിശോധനയിലൂടെ പോലീസ് പൊളിച്ചടുക്കിയിരിക്കുകയാണ്. ഇതോടെ ഇടതുപക്ഷം രാഷ്ട്രീയമായി വൻ പ്രതിരോധത്തിലായിരിക്കുകയാണ്. നാം ഒന്ന് ആലോചിക്കണം. ഇതിലെ ആദ്യം റഹീം മുമ്പ് നടത്തിയൊരു പ്രസ്താവനയുണ്ട്. ഈ കാഫർ സ്ക്രീൻഷോട്ടുമായി ബന്ധപ്പെട്ട് റഹീം നടത്തിയ പ്രസംഗത്തിൽ പറഞ്ഞത് ഷാഫി പറമ്പിൽ എന്ന് പറയുന്ന വ്യക്തി അല്ലെങ്കിൽ ഷാഫി പറമ്പിൽ എന്ന് പറയുന്ന രാഷ്ട്രീയക്കാരൻ ഒരു പൊളിറ്റിക്കൽ പോയിസൺ എന്നാണ്. അങ്ങനെ പറഞ്ഞ റഹീം ഇപ്പോൾ എന്ത് പറയുന്നു അല്ലെങ്കിൽ എന്താണ് പറയാനുള്ളത് എന്നുള്ളതാണ് ജനങ്ങൾ ആവർത്തിച്ച് ചോദിക്കുന്നത്. വടകരയിലെ UDF സ്ഥാനാർത്ഥി ഷാഫി പറമ്പിലിനെ 5 നേരം നിസ്കരിക്കുന്ന ദീനിയായ മുസ്ലിമായി ചിത്രീകരിച്ചും LDF സ്ഥാനാർത്ഥിയെ KK ശൈലജയെ മറ്റേയാളൊരു കാഫർ അല്ലെങ്കിൽ അവിശ്വാസി സ്ത്രീയാണെന്ന് വിശേഷിപ്പിച്ചും ഒടുവിൽ നമ്മൾ ആർക്കാണ് വോട്ട് ചെയ്യേണ്ടത് എന്നുള്ള ചോദ്യം ഉന്നയിച്ചുമായിരുന്നു വിവാദമായ ആ സന്ദേശം വന്നത്. മുസ്ലിം ലീഗിന്റെയും UDFിന്റെയും പ്രവർത്തകർ ചേർന്ന് KK ശൈലജയ്ക്കെതിരെ ഇത്തരമൊരു വർഗീയ പ്രചരണം നടത്തുന്നു എന്ന് വരുത്തി തീർക്കാനും അതിലൂടെ മണ്ഡലത്തിൽ വൻതോതിൽ വോട്ടേകീകരണം ഉണ്ടാക്കാനുമായിരുന്നു ഇടതുപക്ഷ സൈബർ കേന്ദ്രങ്ങളെല്ലാം ലക്ഷ്യമിട്ടിരുന്നത്. ആദ്യം ഇടതുപക്ഷ പ്രൊഫൈലുകൾ ഇത് വ്യാപകമായി പ്രചരിപ്പിച്ചുവെങ്കിലും UDF ഉള്ളതിന്റെ അല്ലെങ്കിൽ UDF ഇതിന്റെ ഉള്ളടക്കം പരിശോധിക്കണമെന്നും ഉറവിടം അന്വേഷിക്കണമെന്നും ആവശ്യപ്പെട്ട് ശക്തമായി രംഗത്ത് വന്നതോടെ CPM പ്രതിരോധത്തിലുമായി. മുസ്ലിം ലീഗ് പ്രവർത്തകൻ മുഹമ്മദ് കാസിമാണ് ഈ വ്യാജ സന്ദേശം ആദ്യം നിർമ്മിച്ചതെന്നും പ്രചരിപ്പിച്ചതെന്നും LDF തെരഞ്ഞെടുപ്പ് കമ്മിറ്റി തുടക്കത്തിൽ തന്നെ പരസ്യമായി ആരോപിക്കുകയും ഇയാളെ പോലീസ് ആദ്യം പ്രതി ചേർക്കുകയും ചെയ്തിരുന്നു. എന്നാൽ നിരപരാധിയായ കാസിമിന് ഇതിൽ യാതൊരു പങ്കുമില്ല എന്ന് പിന്നീട് ശാസ്ത്രീയമായി തെളിയുകയും ചെയ്തു. തുടർന്ന് നടത്തിയ വിശദമായ അന്വേഷണത്തിൽ റെഡ് എൻകൗണ്ടർ, റെഡ് ബറ്റാലിയൻ, പോരാളി ഷാജി, അമ്പാടിമുക്ക് സഖാക്കൾ തുടങ്ങിയ ഇടതനുകൂല സോഷ്യൽ മീഡിയ പേജുകളുടെയും വാട്സപ്പ് ഗ്രൂപ്പുകളിലൂടെയുമാണ് ഈ സന്ദേശം ആദ്യമായി പുറം ലോകം കണ്ടതെന്ന് പോലീസ് തന്നെ മുൻപ് ഹൈക്കോടതിയിൽ റിപ്പോർട്ട് നൽകിയിരുന്നു. DYFI നേതാവും അധ്യാപകനുമായ റിബേഷ് രാമകൃഷ്ണനാണ് റെഡ് എൻകൗണ്ടർ ഗ്രൂപ്പിൽ ഇത് ആദ്യം പോസ്റ്റ് ചെയ്തതെന്ന് പോലീസ് കണ്ടെത്തിയെങ്കിലും ഇതിന്റെ യഥാർത്ഥ ഉറവിടം കണ്ടെത്താൻ കഴിഞ്ഞിരുന്നില്ല. റിബേഷ്, പോരാളി ഷാജി പേജിന്റെ അഡ്മിൻ വഹാബ്, മറ്റ് ഇടത് പേജ് അഡ്മിന്മാരായ മനീഷ്, അമൽ റാം എന്നിവരെ അന്ന് ചോദ്യം ചെയ്തെങ്കിലും തങ്ങൾക്ക് ഉറവിടം അറിയില്ല എന്ന മൊഴിയിലാണ് അവർ ഉറച്ചു നിന്നത്. പ്രതിയെ കണ്ടെത്താൻ കഴിഞ്ഞില്ലെന്ന് കാണിച്ച് മുമ്പ് പോലീസ് കോടതിയിൽ റിപ്പോർട്ട് നൽകിയതോടെ കഴിഞ്ഞ LDF സർക്കാരിന്റെ കാലത്ത് നടന്ന അന്വേഷണം എങ്ങും എത്താതെ പൂർണ്ണമായി വഴിമുട്ടുകയായിരുന്നു. അന്ന് കോൺഗ്രസ് ഇതിൽ പങ്കില്ല എന്ന ഉറപ്പായ ബോധ്യമുള്ളത് കൊണ്ടാണ് പിണറായി വിജയന്റെ പോലീസ് തുടർ നടപടികൾ എടുക്കാതിരുന്നതെന്നും അന്വേഷണം റിബേഷിൽ ചെന്ന് തട്ടി നിൽക്കുകയായിരുന്നുവെന്നുമുള്ള ആരോപണങ്ങൾ ഇപ്പോൾ ശരിവയ്ക്കപ്പെടുകയാണ്. എന്നാൽ സംസ്ഥാനത്ത് ഭരണം മാറി UDF സർക്കാർ അധികാരത്തിലേറിയതോടെയാണ് കേസിൽ പുനരന്വേഷണം പ്രഖ്യാപിച്ചത്. ഇതിനായി കോഴിക്കോട് റൂറൽ SPയുടെ നേതൃത്വത്തിൽ പുതിയ പ്രത്യേക അന്വേഷണ സംഘം രൂപീകരിക്കുകയും ജൂൺ മാസത്തിൽ ആദ്യ യോഗം ചേർന്ന് ശക്തമായ പുനരന്വേഷണം ആരംഭിക്കുകയുമായിരുന്നു. സന്ദേശത്തിന്റെ യഥാർത്ഥ ഉറവിടം കണ്ടെത്താനായി ഫേസ്ബുക്ക്, വാട്സപ്പ് എന്നിവയുടെ മാതൃകാ കമ്പനിയായ മെറ്റയിൽ നിന്നുള്ള വിവരങ്ങളും ഡിജിറ്റൽ ഫോറൻസിക് പരിശോധനാ ഫലങ്ങളും പുതിയ അന്വേഷണ സംഘം വിശദമായി വിശകലനം ചെയ്തു. ഈ ശാസ്ത്രീയ അന്വേഷണമാണ് ഇപ്പോൾ DYFI നേതാവിന്റെ ആദ്യ ഔദ്യോഗിക അറസ്റ്റിലേക്ക് വഴി തുറന്നിരിക്കുന്നത്. ഡിജിറ്റൽ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ ജിതിൻ ഭാസ്കറിനെ അറസ്റ്റ് ചെയ്തതോടെ ഇയാളെ നിലവിൽ അതീവ രഹസ്യ കേന്ദ്രത്തിൽ വെച്ച് പോലീസ് വിശദമായി ചോദ്യം ചെയ്യുകയും ചെയ്തിരുന്നു. ജിതിൻ ഭാസ്കർ തന്നെയാണ് ഈ വ്യാജ സ്ക്രീൻഷോട്ട് നിർമ്മിച്ചതെന്നാണ് പോലീസിന്റെ പ്രാഥമിക നിഗമനമെങ്കിലും ഇത് ഇയാൾ തന്നെ സ്വന്തമായി തയ്യാറാക്കിയതാണോ അതോ മറ്റാരെങ്കിലും നിർമ്മിച്ചു നൽകിയതാണോ എന്ന് തെളിയിക്കാൻ ശാസ്ത്രീയ പരിശോധനകൾ തുടരുകയുമാണ്. ജിതിനിൽ നിന്ന് ലഭിച്ച സ്ക്രീൻഷോട്ട് മറ്റൊരു DYFI നേതാവായ റിബേഷ് രാമകൃഷ്ണൻ റെഡ് എൻകൗണ്ടർ എന്ന ഗ്രൂപ്പിലേക്ക് കൈമാറി പ്രചരിപ്പിച്ചതായി അന്വേഷണ സംഘം വ്യക്തമായി കണ്ടെത്തിയിട്ടുമുണ്ട്. കേസിൽ പോലീസ് ചോദ്യം ചെയ്യാനിരിക്കെ DYFI വടകര ബ്ലോക്ക് പ്രസിഡന്റ് പദവി റിബേഷ് രാമകൃഷ്ണൻ പെട്ടെന്ന് ഒഴിഞ്ഞിരുന്നു.
അറസ്റ്റ് ഭയന്നാണ് ഈ നാടകീയമായ രാജി എന്നാണ് രാഷ്ട്രീയ കേന്ദ്രങ്ങളും വിലയിരുത്തുന്നത്. റിബേഷിന്റെ അറസ്റ്റും ഉടൻ തന്നെ ഉണ്ടായേക്കുമെന്നുള്ള സൂചനകൾ ലഭിക്കുന്നുണ്ട്. റിബേഷിനൊപ്പം മനീഷ്, അതുൽ എന്നീ ഡിവൈഎഫ്ഐ പ്രവർത്തകരെയും പ്രത്യേക അന്വേഷണ സംഘം വടകര ക്രൈംബ്രാഞ്ച് ഓഫീസിൽ വിളിച്ചു വരുത്തി ചോദ്യം ചെയ്തിരുന്നു. കാഫർ സ്ക്രീൻഷോട്ട് ആദ്യം പ്രത്യക്ഷപ്പെട്ടതായി പറയുന്ന റെഡ് വോളണ്ടിയേഴ്സ് ബറ്റാലിയൻ എന്ന വാട്സപ്പ് ഗ്രൂപ്പ് അഡ്മിൻ അംഗങ്ങളാണ് അതുലും മനീഷും. കേസിൽ അന്വേഷണം ഊർജിതമായതോടെ വടകര സ്ക്വാഡ് വാട്സപ്പ് ഗ്രൂപ്പിലെ 5 അഡ്മിന്മാരെയും വിളിപ്പിച്ച് ചോദ്യം ചെയ്യുകയും ചെയ്തു. ഈ ഗ്രൂപ്പിന്റെ അഡ്മിന്മാരിൽ ഭൂരിഭാഗവും ഡിവൈഎഫ്ഐ ബ്ലോക്ക് കമ്മിറ്റി അംഗങ്ങളാണ്. റിബേഷ് രാമകൃഷ്ണൻ ഈ വിവാദ സ്ക്രീൻഷോട്ട് ലഭിച്ചത് ജിതിൻ അഡ്മിനായ വടകര സ്ക്വാഡ് ഗ്രൂപ്പിൽ നിന്നാണെന്ന് വ്യക്തമാക്കിയതോടെ അഡ്മിൻ പാനലിലേക്ക് അന്വേഷണം നീണ്ടത്. ഇവയെല്ലാം CPM പൂർണ്ണമായി നിയന്ത്രിക്കുന്ന ഗ്രൂപ്പുകളായതിനാൽ തന്നെ പാർട്ടിയുടെ ഉന്നത നേതാക്കളുടെ പൂർണ്ണ സമ്മതത്തോടെയും അറിവോടെയുമാണ് ഈ സൈബർ ആക്രമണം നടന്നെന്ന ആക്ഷേപവും ശക്തമാണ്. ഉന്നതനായ ഒരു CPM നേതാവിൻ്റെ നേരിട്ടുള്ള നിർദ്ദേശപ്രകാരമാണ് ഈ വ്യാജ സ്ക്രീൻഷോട്ട് നിർമ്മിച്ചതെന്നും ഈ ഉന്നതനെ രക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ പിടിക്കപ്പെട്ട പ്രതികൾ കുറ്റമേൽക്കുന്നതെന്നുമുള്ള സൂചനകളും പുറത്തു വരുന്നുണ്ട്. വ്യാജ സ്ക്രീൻഷോട്ട് നിർമ്മിച്ചതിന് പിന്നിൽ പ്രവർത്തിച്ച യഥാർത്ഥ മാസ്റ്റർ ബ്രെയിൻ ആരാണെന്നും പാർട്ടിയിലെ ഏത് മുതിർന്ന നേതാവിൻ്റെ ഗൂഢാലോചനയിലാണ് ഇത് പ്രചരിപ്പിച്ചതെന്നുമാണ് അന്വേഷണ സംഘം പ്രധാനമായും പുറത്തു കൊണ്ടുവരാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ ഗൂഢാലോചനയ്ക്ക് പിന്നിലെ യഥാർത്ഥ കുബുദ്ധിയെ പുറത്തു കൊണ്ടുവരിക എന്നുള്ളതാണ് ഇപ്പോൾ അന്വേഷണ സംഘം നേരിടുന്ന പ്രധാന വെല്ലുവിളി. പുതിയ അന്വേഷണ നീക്കങ്ങൾ CPM നേതൃത്വത്തെ വലിയ രീതിയിൽ അങ്കലാപ്പിലാക്കിയിട്ടുമുണ്ട്. വിവാദ സ്ക്രീൻഷോട്ട് പ്രത്യക്ഷപ്പെട്ടതും പ്രചരിപ്പിച്ചതുമായ ഇടതനുകൂല വാട്സപ്പ് ഗ്രൂപ്പുകളെല്ലാം നിയമ നടപടികൾ ഭയന്ന് ഇതിനകം തന്നെ പിരിച്ചുവിട്ട അവസ്ഥയിലുമാണ്. അതേസമയം തന്നെ ഈ വിഷയത്തിൽ രൂക്ഷമായ പ്രതികരണവുമായി വടകര MP ഷാഫി പറമ്പിൽ തന്നെ രംഗത്തും വന്നിട്ടുണ്ട്. നാടിൻ്റെ സൗഹാർദ്ദത്തിനും ഐക്യത്തിനും നേരെ CPM ബോധപൂർവം എറിഞ്ഞ കമ്മ്യൂണൽ ബോംബാണ് കാഫിർ സ്ക്രീൻഷോട്ട് എന്ന് അദ്ദേഹം വാർത്താ സമ്മേളനത്തിൽ ആരോപിച്ചിരുന്നു. എന്നാൽ ആ വർഗീയ ബോംബിനെ മലയാളികൾ ഒത്തൊരുമയോടെ തകർത്തുവെന്നും അദ്ദേഹം പറയുകയും ചെയ്തു. വടകരയിൽ മാത്രമല്ല പേരാമ്പ്രയിലും ഇത്തരം വർഗീയ നീക്കങ്ങൾ ഇടതുപക്ഷത്തിൻ്റെ ഭാഗത്തുനിന്നും തുടർച്ചയായി ഉണ്ടായിട്ടുണ്ട് എന്നും അവിടുത്തെ മാഷാ അല്ലാഹ് സ്റ്റിക്കർ പ്രചരണം തന്നെ മലയാളികൾ അത്ര പെട്ടെന്ന് മറന്നിട്ടുണ്ടാകില്ല എന്നും അദ്ദേഹം കൂട്ടിച്ചേർക്കുകയും ചെയ്തു. സത്യമൊടുവിൽ പുറത്തു വരുന്നതിൽ വടകരയിലെ ജനങ്ങളോട് നന്ദി പറയുന്നു. ഈ സത്യം തെളിയിക്കപ്പെടാൻ 2 വർഷത്തിലധികം നീണ്ട സമയമെടുത്തു. എന്നാൽ ഇതിനു മുമ്പ് തന്നെ വടകരയിലെ ജനങ്ങൾ തെരഞ്ഞെടുപ്പിൽ UDFന് വലിയ ഭൂരിപക്ഷം നൽകിക്കൊണ്ട് കൃത്യമായ മറുപടി നൽകി കഴിഞ്ഞതാണെന്നും അദ്ദേഹം ഓർമ്മിപ്പിക്കുകയും ചെയ്തു. കേസിൽ ശാസ്ത്രീയമായ അന്വേഷണം നടത്തി പ്രതികളെ കണ്ടെത്തിയ പുതിയ പോലീസ് സംഘത്തോടും നന്ദി പറയുന്നതായി ഷാഫി പറമ്പിൽ വ്യക്തമാക്കുകയും ചെയ്തു. തുടക്കത്തിൽ UDF ഉന്നയിച്ച കൃത്യമായ കാര്യങ്ങളാണ് ഇപ്പോൾ പോലീസ് അന്വേഷണത്തിലൂടെ പുറത്തു വന്നിരിക്കുന്നത്. CPMൽ നിന്ന് എന്ത് സൈബർ ആക്രമണം ഉണ്ടായാലും പാർട്ടിക്ക് അതിൽ പങ്കില്ല എന്ന് കൈകഴുകുന്ന നിലപാടാണ് അവർ എപ്പോഴും സ്വീകരിക്കാറുള്ളത്. അവർ സ്വന്തമായി ഉണ്ടാക്കിയ ഒരു വ്യാജ നിർമ്മിതി മറ്റൊരു പാർട്ടിയുടെയും മുന്നണിയുടെ തലയിലിടാനാണ് നോക്കിയതും. ഇടതുപക്ഷത്തിൻ്റെ തെരഞ്ഞെടുപ്പ് സ്ഥാനാർത്ഥി പോലും ഈ വ്യാജ പ്രചരണത്തെ രാഷ്ട്രീയ ആയുധമാക്കാൻ അന്ന് തയ്യാറായി എന്നുള്ളത് ഖേദകരം കൂടിയാണ്. കാഫിർ സ്ക്രീൻഷോട്ടിന് മുമ്പും ശേഷവും ഇത്തരം നിരന്തരമായ ആക്രമണങ്ങൾ സൈബർ സ്പേസിൽ ഉണ്ടായിട്ടുമുണ്ട്. മുഹമ്മദ് കാസിമിനെ പോലെ തികച്ചും നിരപരാധിയായ ഒരു ചെറുപ്പക്കാരനെ നാടിന് മുമ്പിൽ വർഗീയവാദിയാക്കി ചിത്രീകരിച്ച് വേട്ടയാടാനാണ് അവർ ശ്രമിക്കുകയും ചെയ്തത്. കാസിമിൻ്റെ മനസാന്നിധ്യം ഒന്ന് മാത്രമാണ് ആ ചെറുപ്പക്കാരനെ അന്ന് വലിയൊരു തകർച്ചയിൽ നിന്നും രക്ഷിച്ചതെന്നും ഷാഫി പറമ്പിൽ കൂട്ടിച്ചേർത്തു. ജിതിൻ ഭാസ്കറിൻ്റെ അറസ്റ്റോടെ വരും ദിവസങ്ങളിൽ കേസിൽ കൂടുതൽ ഇടത് സൈബർ നേതാക്കളുടെയും അതുപോലെ തന്നെ ഉന്നതരുടെയും അറസ്റ്റ് ഉണ്ടാകുമെന്നുള്ളതാണ് രാഷ്ട്രീയ കേന്ദ്രങ്ങൾ നൽകുന്ന സൂചന. അതുകൊണ്ട് തന്നെ വരും ദിവസങ്ങളിൽ കൃത്യമായ രാഷ്ട്രീയ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ കേസ് കൂടുതൽ വിപുലമായ രീതിയിലേക്ക് നീങ്ങുമെന്നാണ് അന്വേഷണ സംഘത്തിൽ നിന്നും ലഭ്യമാകുന്ന വിവരങ്ങൾ സൂചിപ്പിക്കുന്നത്. നാം ഒന്ന് ആലോചിക്കാം. നമുക്കറിയാം കാഫിർ സ്ക്രീൻഷോട്ട് വിഷയത്തിൽ ശൈല ടീച്ചർ, അന്നത്തെ വടകരയിലെ സ്ഥാനാർത്ഥി LDFിൻ്റെ സ്ഥാനാർത്ഥി ശൈല ടീച്ചർ മാധ്യമങ്ങൾ മുന്നിൽ വന്ന് കരയുന്ന സാഹചര്യമുണ്ടായി. അത് കണ്ട് പിന്നീട് ഷാഫി പറമ്പിൽ വന്നിട്ട് എൻ്റെ ഉമ്മയെയും എൻ്റെ സഹോദരന്മാരെയും നിങ്ങൾ വലിച്ച് തെരുവിലിട്ട് ആക്രമിക്കുന്ന രീതിയിലേക്ക്, സൈബർ ഇടത്തിൽ ആക്രമിക്കുന്ന രീതിയിലേക്ക് വരെ നിങ്ങൾ മാറിയില്ല എന്ന് ഷാഫി പറമ്പിൽ പറയുന്ന സാഹചര്യമുണ്ടായി. ഒടുവിൽ MV ഗോവിന്ദൻ പറഞ്ഞത് ശൈല ടീച്ചറുടെ വ്യാജ വീഡിയോ നിർമ്മിക്കപ്പെട്ടെന്നും അത് താൻ കണ്ടു എന്നുമാണ് ഗോവിന്ദൻ മാസ്റ്റർ പറഞ്ഞത്. അങ്ങനെ ഓരോരുത്തരും അവരുടെ കാര്യങ്ങൾ പറഞ്ഞപ്പോൾ കോൺഗ്രസ് UDF വ്യക്തമായി പറയുന്ന സാഹചര്യമുണ്ടായി. ഞങ്ങൾക്കിതിൽ യാതൊരു പങ്കുമില്ല, അതുകൊണ്ട് തന്നെ അന്വേഷണം ഊർജിതമാക്കണം, പ്രതികൾ ആരായാലും അവർ ശിക്ഷിക്കപ്പെടുക തന്നെ വേണമെന്ന് അന്നേ UDF പറഞ്ഞിരുന്നു. ഇന്നിപ്പോഴാ അത് യാഥാർത്ഥ്യമാകുകയാണ്. പിടിക്കപ്പെടുന്നതെല്ലാം ഇടതുപക്ഷ അനുകൂല നേതാക്കളും യുവജന പ്രസ്ഥാനങ്ങളിലെ പ്രവർത്തകരുമാണ്.